തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം സീറ്റുകളിലും ഇടതുമുന്നണി വിജയിക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് യുഡിഎഫിനെയാണ് ബാധിക്കുക. വടകരയിൽ വർഗീയ ധ്രുവീകരണത്തിന് കോൺഗ്രസ് ഉൾപ്പെടെ ശ്രമിച്ചു. വോട്ട് കച്ചവടത്തിനടക്കം യുഡിഎഫ് ബിജെപി നീക്കവും നടന്നു. ഇതിനെല്ലാം ജനങ്ങൾ ഫലപ്രദമായി തള്ളിക്കളയുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. ഈ തിരഞ്ഞെടുപ്പിൽ ബിജെപി ദുർബലമാകുന്ന സ്ഥിതിയാണ്. മോദിയുടെ ഗ്യാരണ്ടി ജനങ്ങൾ തള്ളിക്കളഞ്ഞു. കേരളത്തിൽ എൽഡിഎഫിനെ ദുർബലപ്പെടുത്തുകയാണ് യുഡിഎഫ് ബിജെപി ലക്ഷ്യം. അതിന്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചത്. കോൺഗ്രസ് ഉൾപ്പെടെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചു. ഇതാണ് വടകരയിൽ കണ്ടതെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. എൽഡിഎഫിന്റെ വിജയം തടയുന്നതിനു വേണ്ടി ബിജെപിയുമായി പോലും കൂട്ടുകെട്ടുണ്ടാക്കുന്നതിനൊരു മടിയും യുഡിഎഫ് കാണിച്ചിട്ടില്ല. അതിൻ്റെ വളരെ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. വടകര നിയോജകമണ്ഡലത്തിൽ ബിജെപിയുടെ വോട്ടുകൾ യുഡിഎഫിന് നൽകണമെന്ന ധാരണ പരസ്യമായി തന്നെ അതിൻ്റെ പ്രവർത്തകർ പറയുന്ന സ്ഥിതിയിൽ എത്തുകയുണ്ടായി. ഷാഫി പറമ്പിൽ വിജയിച്ചാൽ പാലക്കാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിയെ സഹായിക്കാമെന്ന വാഗ്ദാനവും സ്ഥാനാർത്ഥിയിൽ നിന്ന് തന്നെ ലഭിക്കുമെന്ന ഉറപ്പുകൂടി വന്നപ്പോൾ അതിന് കുറേയും കൂടി സ്ഥിരീകരണം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം സീറ്റുകളിലും ഇടതുമുന്നണി വിജയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ പറഞ്ഞില്ലേ, ഏതായാലും നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, രണ്ടാക്കണ്ടായാലേ ഭൂരിപക്ഷമാവുള്ളൂ. അപ്പോൾ ഭൂരിപക്ഷം സീറ്റും ഇടതുപക്ഷത്തിനോട് ജയിക്കും. അതെല്ലാം കിടക്കും. ബി.ജെ.പി ജയിക്കില്ല, എവിടെയും ജയിക്കില്ല. ബി.ജെ.പിക്ക് ജയിക്കാനുള്ള ഒരു സാധ്യതയില്ല കേരളത്തിൽ. ആരാണ് ജയിക്കുക തോൽക്കുക എന്നത് വസ്തുനിഷ്ഠമായി വ്യക്തമായി കഴിഞ്ഞു. ജൂൺ 4-ന് പൂർണ്ണമായ അർത്ഥത്തിൽ അത് സുവ്യക്തമാകുമെന്നും എം.വി. ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.